Dear students, welcome to another session of your class BA Political Science Final Year BPSC 112. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മൂന്നാമത്തെ യൂണിറ്റിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മൂന്നിലെ ഫസ്റ്റ് പാർട്ട് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എടുത്ത് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ കരുതിക്കൊണ്ട് അതിനെ തുടർന്നുള്ള ഭാഗമാണ് മൂന്നിലെ ആറാമത്തെ ഭാഗം. 3.6 ദ മുഗൾ പീരീഡ് ആൻഡ് അബ്ദുൽ ഫസൽ എന്നതാണ്. അപ്പോൾ അബ്ദുൽ ഫസലും മുഗൾ സാമ്രാജ്യവും ആ കാലഘട്ടത്തിലെ സവിശേഷതകളും അതൊക്കെയാണ് നാം ഇവിടെ നോക്കുന്നത്. മുഗൾസ്, ദ ഡിസെൻഡൻസ് ഓഫ് തിമൂർ, ദ സെൻട്രൽ ഏഷ്യൻ റൂളർ വെയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പേർഷ്യൻ ആൻഡ് മംഗോൾ റൂളേഴ്സ്. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആരുടെ പിൻഗാമികളാണ്? തിമൂറിൻ്റെ പിൻഗാമികളാണ്. ഈ തിമൂർ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ റൂളറായിരുന്നു. ഇവരെ സ്വാധീനിച്ചിട്ടുള്ളത് പേർഷ്യൻസ്, മംഗോൾ റൂളേഴ്സ് ഇവരൊക്കെയാണ്. ഈ കാലയളവിൽ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവരവരുടെ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും കിൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും അതെല്ലാം കിൻഷിപ്പ് എന്നത് വളരെ സാക്രഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് റോയൽറ്റിയുടെ പ്രതീകമായിട്ട് ഹെറിഡിറ്ററി സക്സഷൻ എന്ന രീതിയിലൊക്കെ കണക്കാക്കി പോന്നിരുന്നു. സോ ദ പോയിൻ്റ് ഈസ് ബൈ ദിസ് ടൈം മുഗൾസ് ആർ കൺസിഡേർഡ് ആസ് ദ പവർഫുൾ കിങ്സ് ആൻഡ് ദേ വെയർ എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കിങ്ഡം, ദെയർ ഓഫീസേഴ്സ് ആൻഡ് കിൻഷിപ്പ് വാസ് ഹെൽഡ് സാക്രഡ് ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് റോയൽറ്റി ബിക്കെയിം എ മാറ്റർ ഓഫ് ഹെറിഡിറ്ററി സക്സഷൻ. One of the most valuable texts on statecraft explaining the dominant trend of political ideas during the Mughal rule in India is Abdul Fasal's Ain in Akbari. അബ്ദുൽ ഫസലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് എയ്ൻ ഇൻ അക്ബാരി. അപ്പോൾ അതൊരു വാല്യുബിൾ ടെക്സ്റ്റ് ആയിട്ടാണ്. അത് പ്രത്യേകിച്ചും ഈ ഭരണതന്ത്രജ്ഞതയെ പറ്റിയുള്ളതാണ്. സ്റ്റേറ്റ് ക്രാഫ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആ ടൈമിനുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഐഡിയാസ്, ഡൊമിനൻസ്, മുഗൾ സാമ്രാജ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം അതിൽ വളരെ കൃത്യമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അബുൽ ഫസൽ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ് ഓഫ് ദ 16th century ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 16ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു തിങ്കറായിരുന്നു അബുൽ ഫസൽ. Being a great scholar, having sound knowledge of different field of learning in Muslims and Hindu traditions, he had contributed in formulating many of Akbar's political ideas. അദ്ദേഹത്തിന് വളരെ ഗ്രാഹ്യമുണ്ട്. ആ കാലയളവിൽ സൊസൈറ്റിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഗ്രേറ്റ് സ്കോളറായിരുന്നു. സൗണ്ട് നോളജ് ഉണ്ടായിരുന്നു വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും മുസ്ലിംസിന് ഹിന്ദു ട്രഡീഷണൽ ലേണിങ്സുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അദ്ദേഹം പല മേഖലകളിൽ പാണ്ഡിത്യമുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ അക്ബറിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസുമായിട്ട് ഫോമുലേറ്റ് ചെയ്യുവാനും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അക്ബർ ആസ് എംപയർ വാസ് നോട്ട് കണ്ടൻറ്റഡ് വിത്ത് മിയർലി ദ പവർ ടു ഇംപ്ലിമെൻറ്റ് എ റോയൽ വേർഷൻ ഓഫ് ദ ശരിയത്ത്. ഹെൻസ് അബുൽ ഫസൽ intended to locate the basis of the state in a species of social contract and a divine illuminated wisdom of the mystic tradition. അപ്പോൾ അക്ബർ എന്ന ചക്രവർത്തി, അദ്ദേഹം എന്ന് പറയുന്നത് വെറുതെ ഒരു അധികാരത്തിലിരുന്നു കൊണ്ട് റോയൽ വേർഷൻ ഉപയോഗിച്ച് ശരീഅത്തിന് എന്ന ആ ഒരു തത്വം മുസ്ലിംസിൻ്റെ ഇടയിൽ പ്രാക്ടിക്കബിൾ ആക്കുക എന്നതായിരുന്നില്ല. അദ്ദേഹത്തിന് അതിനോട് ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. ഹെൻസ് അബുൽ ഫസൽ intended to locate the basis of the state in a species of social contract and the divine illuminated wisdom of the mystic tradition. പണ്ടുകാലം മുതലേ ഈ ഒരു ഇസ്ലാം ഫോളോ ചെയ്ത് പോന്നിരുന്ന ആ ഒരു ട്രഡീഷണൽ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവിടെ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എന്തുണ്ടാവണം? സ്റ്റേറ്റിൻ്റെ സ്പീസീസ് സോഷ്യൽ കോൺട്രാക്റ്റ്, സാമൂഹ്യ കരാറുകൾക്ക് അടിസ്ഥാനമായിട്ട്, സാമൂഹ്യ ഉടമ്പടികൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതാണ് അവിടെ പിന്തുടർന്ന് പോരുന്നത്. അതൊരു മിസ്റ്റിക് ട്രഡീഷനായിട്ട് കൊണ്ടുപോകണം. അതൊരു ഡിവൈൻ ഇല്യൂമിനേറ്റഡ് വിസ്ഡം ആൻഡ് മിസ്റ്റിക് ട്രഡീഷൻ എന്ന രീതിയിൽ പിന്തുടരണം എന്ന ആശയമായിരുന്നു. റിലീജിയസ് ഫാൻറ്റസിസം വാസ് ഗിവൺ അപ്പ്. ദ പ്രോസസ് ഓഫ് അസിമിലേഷൻ ഗ്യാതേർഡ് മൊമെൻറ്റം. Religious fanaticism was given up. The process of assimilation gathered momentum. The Hindus accepted some of the elements of the new faith. The first response was to incorporate
സം ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഇസ്ലാം. അപ്പോൾ ഹിന്ദുസ് ന്യൂ ഫെയ്ത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ഹിന്ദുസിന് സ്വീകാര്യത ഉണ്ടായിരുന്നു. അപ്പോൾ റിലീജിയസ് ഫാൻറ്റസിസം അതെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡിൽ നിലകൊള്ളുന്ന ഒരു റിലീജിയസ് ആറ്റിറ്റ്യൂഡ് അതിനെ തികച്ചും ഉപേക്ഷിച്ചു. അസിമിലേഷൻ ഗ്യാതേർഡ് മൊമെൻറ്റം കൂടുതൽ വിക്ടോറിയസ് എന്ന രീതിയിലുള്ള ഐഡിയാസ് വന്നത് പ്രോസസ് ഓഫ് അസിമിലേഷൻ എന്നതിലായിരുന്നു. ദ ഫസ്റ്റ് റെസ്പോൺസ് വാസ് ടു ഇൻകോർപ്പറേറ്റ് സം ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഇസ്ലാം ടു എനേബിൾ ഹിന്ദുയിസം. അതായത് ഹിന്ദുയിസത്തിൻ്റെ ആശയങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൂടി എലമെൻറ്റ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഇസ്ലാം ടു എനേബിൾ ഹിന്ദുയിസം. അപ്പോൾ ഇസ്ലാമിലും ഹിന്ദുയിസവുമായിട്ടുള്ള ആശയങ്ങളെ കൂടി അത് സാക്ഷ്യം വഹിച്ചത് ഇങ്ങനെ ഹിന്ദുയിസവും ഇസ്ലാമും അതിലുള്ള ആശയങ്ങൾ അതിൻ്റെ ബേസിക് ഐഡിയാസ് നല്ലത് എന്നത് ഏതാണോ അതിനകത്ത് നില ഉറപ്പിക്കുക എന്നതായിരുന്നു. ദ സെക്കൻഡ് റെസ്പോൺസ് വാസ് ഇൻ ദി ഫോം ഓഫ് അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് എ സിന്തസിസ്. അപ്പോൾ ഹിന്ദുയിസം ആൻഡ് ഇസ്ലാമിസം രണ്ട് ഇസങ്ങളും അവ രണ്ടും ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള ആശയങ്ങളുടെ ഒരു സമന്വയമായി തീർക്കണം എന്നതായിരുന്നു ചിന്ത. ദെൻ അണ്ടർ ദ മുഗൾസ് there was no institution like the council of minister or advisors. അപ്പോൾ ഈ മുഗൾ പീരീഡിലെ സവിശേഷതകളാണ് ഇവ ഓരോന്നും. അടുത്ത പോയിൻ്റാണ് മുഗളിൻ്റെ കീഴിൽ അവിടെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന രീതിയിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സോ അഡ്വൈസേഴ്സോ അവയൊന്നും അവിടെ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ദ കിങ് കുഡ് നോട്ട് ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് ദെയർ കളക്റ്റീവ് അഡ്വൈസ്. രാജാവിന് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന എല്ലാവരുടെയും കൂടിയുള്ള ഒരു ബെനിഫിറ്റ് ഓഫ് കൗൺസിലിങ്, രാജാവ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതൊന്നും അന്നുണ്ടായില്ല. ഇന്ന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിൽക്കുന്നയാൾക്ക് മന്ത്രിമാരെല്ലാവരും കൂടി അഡ്വൈസ് ചെയ്യാനും ഒരു മന്ത്രിസഭയും എല്ലാം ഉണ്ടെങ്കിലേ മുഗൾ ഭരണകാലത്ത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കൗൺസില് എന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ദെയർ ഫോർ ദ കിങ് കുഡ് നോട്ട് ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് ദെയർ കളക്റ്റീവ് അഡ്വൈസ്. ദ കിങ് കുഡ് അപ്പോയിൻറ്റ് ആൻഡ് റിമൂവ് മിനിസ്റ്റേഴ്സ് അറ്റ് വിൽ. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, താല്പര്യമില്ലെന്ന് കണ്ടാൽ അവരെ എന്ത് ചെയ്യും, അവരെ നീക്കം ചെയ്യുമായിരുന്നു. ദേ കുഡ് ഗീവ് ഹിം അഡ്വൈസ് ബട്ട് ദ കിങ് വാസ് നോട്ട് ബൗണ്ട് ടു അക്സെപ്റ്റ് ഓർ ഈവൻ കൺസിഡർ ഇറ്റ്. അപ്പോൾ ഇവർക്ക് രാജാവിനെ എന്ത് ചെയ്യാം, ഉപദേശിക്കാം, പക്ഷേ രാജാവിന് തോന്നിയാൽ മാത്രമേ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം പരിഗണിക്കുകയുള്ളൂ. ഹി യൂസ്ഡ് ടു റിലേ മോർ ഓൺ ദ അഡ്വൈസ് ഓഫ് ഹിസ് പേഴ്സണൽ ഫ്രണ്ട്സ്. രാജാവ് കിങ് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സൗഹൃദങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ട്രസ്റ്റ് വർത്തി ഓഫീഷ്യൽസ്, അതുപോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഉലേമാസ് എന്ന തരത്തിൽ കുറേ ആൾക്കാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആൾ ദ ട്രസ്റ്റഡ് അഡ്വൈസേഴ്സ് ഓഫ് ദ കിങ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻ ഇൻഫോർമൽ ഗ്രൂപ്പ് വിച്ച് വാസ് കാൾഡ് മസ്ലിസ് ഇ ഖാൽവാട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമൽ എന്ന രീതിയിൽ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി നിലനിന്നിരുന്ന ഒരു പറ്റം ആൾക്കാർ, അവരെ വിളിച്ചു പോകുന്നത് മസ്ലിസ് ഇ ഖാൽവാട്ട് എന്നത് ആണ്. ദെൻ ദ കിങ് വാസ് കൺസിഡേർഡ് ദ ഫൗണ്ടൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് ആസ് സച്ച് ഹിസ് ഒബ്ലിഗേഷൻ വാസ് ടു ഹാവ് ദ റൂൾസ് ഓഫ് ദ ഹോളി ഖുറാൻ ഫെയ്ത്ത്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ്. ഹി വാസ് ആസ് സച്ച് ദ ഡി ഫാക്ടോ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്, while under him the nominal head was called the chief Qasi. In the absence of king, the Qasi used to act as the chief justice. അപ്പോൾ രാജാവിനെ പരിഗണിച്ചത് ആരായിട്ടാണ്? നീതി നടപ്പാക്കുന്നതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ ആൾ രാജാവാണ്. അപ്പോൾ ഇവിടുത്തെ ജഡ്ജ് എന്ന് പറയുന്ന രീതിശാസ്ത്രം അന്ന് രാജാവിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. ദ കിങ് വാസ് കൺസിഡേർഡ് ആസ് ദി ഫൗണ്ടൻ ഓഫ് ദ ജസ്റ്റിസ് ആൻഡ് ആസ് സച്ച് ഹിസ് ഒബ്ലിഗേഷൻ വാസ് ടു ഹൗ ദ റൂൾസ് ഓഫ് ദ ഹോളി ഖുറാൻ ഫെയ്ത്ത്ഫുള്ളി. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം നിയമങ്ങൾ നടപ്പിലാക്കുക, നീതി നടപ്പിലാക്കുന്നത് പാവന ഗ്രന്ഥമായ ഖുറാനെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ്. ഹി വാസ് ആസ് സച്ച് ദ ഡി ഫാക്ടോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നീതി നടപ്പിലാക്കുക എന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന രീതിയിൽ നിലനിന്ന് പോന്നിരുന്നത് രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ നോർമൽ ഹെഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ചീഫ് കാസി എന്നായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ കീഴിലെ നിയമം നടപ്പിലാക്കാനായിട്ടൊരു ഹെഡ്, അത് ചീഫ് കാസി എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാവിൻ്റെ അഭാവത്തിലെ കാസിയാണ് സാധാരണ രീതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് പ്രവർത്തിച്ചു പോന്നിരുന്നത് എന്ന് പറയാം. ഓക്കെ. ദെൻ ഡിവൈൻ നേച്ചർ ഓഫ് റോയൽ പവർ. ദോ
Abdul Fasal believed in the divine light of royalty. He did not envisage any role for the intermediaries to communicate the divine order. Royalty was considered as Faridi Isdi. ഫരി ഇ ഇസ്ദി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർ എ ലൈറ്റ് ഇമനേറ്റിംഗ് ഫ്രം ഗോഡ് ആസ് എ റേ ഫ്രം ദ സൺ. അതായത് ഡിവൈൻ നേച്ചർ ഓഫ് റോയൽ പവർ, രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഡിവൈൻ ലൈറ്റ് ഓഫ് റോയൽറ്റി, ഈ റോയൽറ്റി രാജകീയ പദവി അതെല്ലാം വന്നു ചേരുന്നത് ഈ ഒരു ഡിവൈൻ ലൈറ്റിലൂടെയാണ്. ആ ഡിവൈൻ ലൈറ്റ് അഥവാ റോയൽറ്റി എന്നതാണ് നാം ഇവിടെ ഫാർ എ ഇസ്ദി എന്ന് പറയുന്നത്. അപ്പോൾ ആരിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന പ്രകാശമാണ്? ദൈവത്തിൽ നിന്നും. അവിടെ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങളോ സൂര്യനിൽ നിന്നും. അപ്പോൾ ഇതെല്ലാം ദൈവദത്തമായിട്ട് തന്നു പോരുന്ന രാജാധികാരമാണ്. അത് റോയൽ ബ്ലഡ് ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ദ ഉലമാസ് ആൻഡ് ദ മജ്ദാഹിദ്സ് എന്താ പറയുക, മജ്ദാഹിദ്സ് ലൈക്ക് ബ്രാഹ്മിൻസ് ഇൻ ഹിന്ദുയിസം ആക്റ്റഡ് ദി അതോറിറ്റി ആൻഡ് ഇൻ്റർപ്രറ്റർ ഓഫ് കസ്റ്റമറി ലോസ് ടു കിങ്. അതായത് മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഇവരുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഉലമാസ്, അതുപോലെ മുജ്ദാഹിദ് എന്നൊക്കെ പറയുന്നത്. അതേതാണ്ട് സമൂഹത്തിലെ ബ്രാഹ്മണന്മാരെ പോലെ പരിഗണന ഉള്ള ആളുകളാണ് ഇസ്ലാമിൻ്റെ ഇടയിൽ. അപ്പോൾ ബ്രാഹ്മണന്മാർക്ക് തുല്യമായി നിൽക്കുന്ന ആളുകളുടെ വിഭാഗമാണ് ഉലമാസ്, മുജ്ദാഹിദ്. അവരെല്ലാം ആക്ട് ചെയ്യുന്നത് ഏതാണ്ട് അധികാരമുള്ള രീതിയിലാണ്. നമ്മുടെ രാജാവുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റമറി ലോസ് അത് നടപ്പിലാക്കുന്നതിന് ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ, ഇടപെടാനായിട്ട് അധികാരമുള്ള ആൾക്കാരാണ് ഉലമാസ്, മുജ്ദാഹിദ്. ബട്ട് ഇൻ അബുൽ ഫസൽസ് ഫോർമുലേഷൻ ദ ഇൻ്റർമീഡിയറീസ് വെയർ നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇങ്ങനെ അധികാരമുള്ള ആൾക്കാരായിട്ട് നിലനിന്നിരുന്നെങ്കിൽ പിന്നീട് അബുൽ ഫസൽസിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യശേഷിയുള്ള അറിവുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ മറ്റൊരാൾ അവിടെ ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യകത റിലീജിയസ് ആയിട്ടോ ഹോളി ലോ ആയിട്ടോ ഒന്നും തന്നെ വന്നിരുന്നില്ല. അപ്പോൾ അവിടെ ജഡ്ജ് എക്സ്പെക്റ്റ് ചെയ്യുന്ന നീതി എന്നുള്ളത് ഹോളി ലോയെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. നീതി വിധിക്കുന്നത് ഈ പാവനമായ ഖുറാനെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ നീതി നടപ്പിലാക്കുമ്പോഴേക്കും ഈ അബുൽ ഫസലിൻ്റെ ആ ഒരു പീരീഡിൽ അയാളെ സപ്പോർട്ട് ചെയ്യാനോ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനോ മറ്റൊരാളുടെ ആവശ്യകത ഒന്നും തന്നെ അവിടെ വേണ്ടി വന്നിരുന്നില്ല എന്നതാണ്. ഓക്കെ, ബട്ട് ഇൻ അബുൽ ഫസൽസ് ഫോർമുലേഷൻ ദ ഇൻ്റർമീഡിയറീസ് വെയർ നോട്ട് റിക്വയർഡ് ടു ഇൻ്റർപ്രറ്റ് റിലീജിയസ് ആൻഡ് ഹോളി ലോ ആൻഡ് ദ കിങ് ഹിംസെൽഫ് വാസ് എക്സ്പെക്റ്റഡ് ടു ജഡ്ജ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഹോളി ലോ. രാജാവ് മാത്രം മതിയായിരുന്നു ഹോളി ലോയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലേക്ക്. ഓക്കെ, അടുത്തത് വെൽബീയിങ് ഓഫ് സബ്ജക്റ്റ് ആസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിന് ഭരണതന്ത്രജ്ഞതയോടുകൂടി രാജാവ് നിലകൊള്ളുമ്പോൾ രാജാവ് ക്ഷേമാധിഷ്ഠിതമായിട്ടുള്ള ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കണം. ദ ഗവേണിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഖ്യമായ ഗവേണിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വെൽബീയിങ് ആണ്. സ്റ്റേറ്റിലെ ജനങ്ങളുടെ വെൽബീയിങ്. എ ട്രൂ കിങ് വാസ് നോട്ട് കൺസേൺഡ് മച്ച് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് പവർ. ഒരു യഥാർത്ഥ രാജാവ് തൻ്റെ അധികാരത്തിലോ തന്നെ പറ്റിയോ അല്ല ചിന്തിക്കുന്നത്. തൻ്റെ അധികാരം, താനെന്ന രാജാവ്, അതിനെപ്പറ്റിയല്ല ഒരു യഥാർത്ഥ രാജാവ് പരിഗണന മനസ്സിൽ കൊടുക്കേണ്ടത്. മറിച്ച് ജനങ്ങളെ സംബന്ധിച്ചുള്ള വെൽബീയിങ് എങ്ങനെ നമുക്ക് പ്രൈം കൺസേൺ ആയിട്ട് എടുത്ത് ചെയ്യാം, അതായിരിക്കണം ഒരു ക്ഷേമ പ്രവർത്തനം കാഴ്ചവെക്കുന്ന രാജാവിൻ്റെ മനസ്സിലെന്നും ഉണ്ടാകേണ്ട കാര്യം. ടു ഹിം ആൻ ഐഡിയൽ സോവറിൻ വാസ് ലൈക്ക് എ ഫാദർ ഹൂ റൂൾസ് ഫോർ ദ കോമൺ വെൽഫെയർ ആൻഡ് വാസ് ഗൈഡഡ് ബൈ ദ ലോ ഓഫ് ഗോഡ്. അപ്പോൾ രാജാവിനെ സംബന്ധിച്ചൊരു പരമാധികാരമുള്ള ഒരു രാജാവ് പരമാധികാരിയാണെന്ന തരത്തിൽ തന്നെ അദ്ദേഹം ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു ഫാദറിൻ്റെ റോളാണ് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിലനിർത്തേണ്ടത്. അപ്പോൾ അദ്ദേഹം ഇവിടെ കോമൺ വെൽഫെയറിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ കോമൺ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിലവിലുള്ള ദൈവാധിഷ്ഠിതമായ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ആകണം എന്നതാണ്. ഓക്കെ, അടുത്തത് റിലീജിയസ് ഹാർമണി. അബുൽ ഫസൽ ബിലീവ്ഡ് ദാറ്റ് കോറൽസ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് വെയർ ഡ്യൂ ടു, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാകും? ശണ്ട കൂടും. അപ്പോഴേക്കും ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കിയാൽ ഇവരുടെയൊക്കെ വ്യത്യസ്ത താല്പര്യങ്ങളും ചിന്താഗതികളെ തുടർന്നായിരുന്നു. അതാണ് ഒന്ന്, ഡ്യൂ ടു ദെയർ ഡിഫറൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പെർസെപ്ഷൻസ്. രണ്ടാമത്
ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, രണ്ട് കൂട്ടരുടെയും ഭാഷ വ്യത്യസ്തമാണ്, അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ. മൂന്നാമത് മിസ് അപ്രഹെൻഷൻ ഓഫ് ഈച്ച് അതേഴ്സ് മോട്ടീവ്സ്, കാര്യം രണ്ട് കൂട്ടരും നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്, തെറ്റായ രീതിയിലുള്ള അപ്രോച്ചാണ് രണ്ട് കൂട്ടർക്കും. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും രണ്ടായ രീതിയിലുള്ള, ശരിയായ എല്ലാവർക്കും ഒന്നൊന്ന രീതിയിലല്ല, രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്നും. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെസ്പെക്റ്റീവ് റിലീജിയസ് ലീഡേഴ്സ് ആൻഡ് കോമൺ മാൻ, സാധാരണക്കാരും റിലീജിയസ് ലീഡേഴ്സും തമ്മിൽ വലിയ അന്തരം സൂക്ഷിച്ചിരുന്നു. കാര്യം ഒരു സാധാരണക്കാരനെ ബഹുമാനിക്കാൻ അറിയില്ല, റിലീജിയസ് ലീഡേഴ്സ് എന്ന രീതിയിൽ അവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ. അടുത്തത് ഇൻഫ്ലെക്സിബിൾ കസ്റ്റംസ് എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത്. ദ ലോവർ ട്രേസ് ഓഫ് വിസ്ഡം, പരമാധികാരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിസ്ഡം എന്നത്, വിവേകം, വിജ്ഞാനം എന്നത് എല്ലാവരിലും ഉണ്ടായിരുന്നില്ല. ദെൻ അഗെയിൻ നെക്സ്റ്റ് ഫാക്ടർ അറോഗൻസ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് റിസൾട്ടിങ് ഇൻ സെൽഫ് റിച്വസ്നെസ്. അറോഗൻസ്, പൊങ്ങച്ചം, സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് മോട്ടീവ്, ഇവയെല്ലാം തന്നെ എന്തിലൊതുങ്ങി? സെൽഫ് റിച്വസ്നെസ്, സ്വന്തം താല്പര്യം സംരക്ഷിക്കുക, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നതിലേക്ക് വന്നു ചേർന്നു. ഇതെല്ലാം റിലീജിയസ് ഹാർമണി നിലനിർത്തുന്നതിലെ തടസ്സം ഉണ്ടാക്കി. ദ ഫിലോസഫി ഓഫ് എക്സിസ്റ്റൻസ് വാസ് പ്രിഫേർഡ് ടു ദ നോഷൻ ഓഫ് സിന്തസിസ്. അപ്പം കോ എക്സിസ്റ്റൻസ്, പരസ്പര സഹകരണത്തോടുകൂടി വാഴേണ്ടതിൻ്റെ ഫിലോസഫി, അത് പ്രിഫർ ചെയ്തത് ഈ ഒരു സിന്തസിസ്, ദാറ്റ് ഈസ് ദ നോഷൻ ഓഫ് സിന്തസിസ്. എന്താണ് സിന്തസിസ് എന്നുള്ള ആശയം? വൈൽ അഡ്വക്കേറ്റിംഗ് ഫോർ അബ്സല്യൂട്ട് പീസ് ആൻഡ് അബ്സല്യൂട്ട് ലവ്, അബ്സല്യൂട്ട് പീസ് ആൻഡ് അബ്സല്യൂട്ട് ലവ്. അബ്സല്യൂട്ട് പീസിൻ്റെ ഇസ്ലാം വേർഡ് സുഹി കുൽ, അബ്സല്യൂട്ട് ലവ് എന്ന് പറയുമ്പോൾ മുഹബത്ത് ഈ കുൽ. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്ന പോളിസി, റിലീജിയസ് ആയിട്ട് ടോളറേറ്റ് ചെയ്യുന്നത്, റിലീജിയൻ പ്രൊമോട്ട് ചെയ്യുന്നതിന്, ഇതിനെയൊക്കെ എന്താ പറയുക, അത്ര കണ്ട് രണ്ട് തരത്തിലുള്ള ആശയങ്ങളായിരുന്നു അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കോ എക്സിസ്റ്റൻസിൽ പ്രിഫർ ചെയ്തത് സിന്തസിസ് എന്നുള്ള നോഷനാണ്. സിന്തസിസ് എന്ന് പറയുമ്പോഴേക്കും അത് അഡ്വക്കേറ്റ് ചെയ്തത് എന്തിനെയാണ്? അബ്സല്യൂട്ട് പീസ് ആൻഡ് അബ്സല്യൂട്ട് ലവ്. ഓക്കെ. ഇൻ ദി പ്രോസസ് ദ കിങ് വാസ് ടു ബി ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സൽ ഗുഡ് ആൻഡ് ടു ഫുൾഫിൽ ഹിസ് റോയൽ ഡ്യൂട്ടി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ രാജാവിനെ നയിച്ചു പോന്നിരുന്നത് ഏത് തത്വമാണ്? യൂണിവേഴ്സൽ ഗുഡ്, എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവർക്കും നന്നായിരിക്കണം, എല്ലാവരുടെയും റോയൽ ഡ്യൂട്ടി അവർക്ക് വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. ഹി കുഡ് ഗോ ബിയോണ്ട് ദ ഹോളി ലോ. അദ്ദേഹം ചെയ്യുന്നത് എന്താണേലും അത് ഹോളി ലോയ്ക്ക് അപ്പുറമായിട്ട് അദ്ദേഹം പോകില്ല. അതായത് അവരുടെ വേദാന്ത പുസ്തകം എന്ന രീതിയിൽ ഖുറാനിൽ പറയുന്ന നിയമങ്ങൾ എന്താണോ അതിനനുസരിച്ച് അതിനപ്പുറം അദ്ദേഹം ഒന്നും ചെയ്യില്ല എന്നതായിരുന്നു. ദിസ് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് ഗവേണൻസ് കമ്പയർഡ് ടു എർലിയർ പൊളിറ്റിക്കൽ തിങ്കിങ്. അപ്പോൾ ഇത് ശരിക്കും ഗവേണൻസിൻ്റെ കാര്യം ചിന്തിച്ചാൽ ഭരണപരമായ കാര്യത്തിലെ ഒരു ശ്രദ്ധേയമായ ഒരു മാറ്റം ഗവേണൻസുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പത്തെ പൊളിറ്റിക്കൽ തിങ്കിങ്ങിനോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഓക്കെ. അടുത്ത പോയിൻ്റ് സെൻട്രലൈസ്ഡ് മൊണാർക്കിക്കൽ ഗവൺമെൻറ്. Along with the strong centralized monarchical government, distribution of work among various departments was preferred for better governance. It was with the help of a highly centralized bureaucracy that the Mugal sovereign ruled over the empire. അപ്പോൾ സെൻട്രലൈസ്ഡ് മൊണാർക്കിക്കൽ ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ന രീതിയിൽ അത് നല്ലൊരു ഭരണ മാതൃകയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ വർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വിവിധ തലങ്ങളിലേക്കെന്ന് എത്തിച്ചപ്പോഴേക്കും ഹൈലി സെൻട്രലൈസ്ഡ് ബ്യൂറോക്രസിയുടെ സഹായത്തോടു കൂടിയാണ് മുഗൾ സോവറിൻ ആ ഒരു പരമാധികാര സഭ എന്ന രീതിയിൽ രാജാവിന് വർക്കിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ രാജ്യത്തുടനീളം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുവാനായിട്ട് സാധ്യമായത് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ദെൻ കിൻഷിപ്പിൻ്റെ ആ ഒരു തിയറിയും ഇവിടെയുണ്ട്. തിയറി ഓഫ് കിൻഷിപ്പ്, തിയറി ഓഫ് കിങ്ഷിപ്പാണ്, കിൻഷിപ്പല്ല, കിങ്ഷിപ്പ്. ഹബീബ് ആൾസോ ഫൗണ്ട് ആൻ അപ്പീൽ ടു ദ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് ടു ജസ്റ്റിഫൈ ദ നെസസിറ്റി ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി. ആസ് ദ വേൾഡ്ലി ബീയിങ്സ് ഫൈൻഡ് എ ഡിസ്റ്റിങ്ക്ട് ലീഡർ ഇൻ ദ കിങ്, one find a duality of religious and secular spheres which liberates sovereignty from any dictate of theological doctrine. അതായത് ഹബീബ് ഇവിടെ പറയുന്ന ഒരു തിയറി സോഷ്യൽ കോൺട്രാക്റ്റാണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയുള്ള വേൾഡ്ലി ബീയിങ്സ് എന്ത് തന്നെയായാലും നമ്മൾ മനുഷ്യരായാലും മറ്റുള്ള ലോകത്തിലുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ ഒരു വ്യത്യസ്തത ആരിൽ നിന്നുണ്ട്?
രാജാവ് എന്ന രീതിയിൽ, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലീഡർ എന്ന രീതിയിൽ മറ്റുള്ളവർ എല്ലാവരും ഇവരിൽ നിന്നും വ്യത്യസ്തരാണ്, രാജാവിൽ നിന്നും വ്യത്യസ്തരാണ്. സോ വൺ ഫൈൻഡ് ഡ്യുവാലിറ്റി ഓഫ് റിലീജിയസ് ആൻഡ് സെക്കുലർ സ്പീരീസ്. അപ്പോൾ ഒരാൾക്ക് അവരുടേതായ രണ്ടിടങ്ങൾ, മതപരമായതും അതേപോലെ തന്നെ ഭരണപരമായിട്ടുള്ള തലങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് സോവർണിറ്റിയിൽ തിയോളജിക്കൽ ഡോക്ട്രിനിൽ നിന്നൊക്കെ, തിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ദൈവികമായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ ആ രാജാധികാരം എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴേക്കും അതൊരു നോബിളായിട്ടുള്ള പവറാണ്. അപ്പോൾ അവർ സാധാരണക്കാരിൽ നിന്നും തികച്ചും ഡിഫറൻറ്റ് ആണ് എന്ന ചിന്ത. അപ്പോൾ കിങ്ഷിപ്പിന് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുണ്ടായിരുന്നു. കൺസിഡറിങ് റോയൽറ്റി ദ റെസിപ്പിയൻ്റ് ഓഫ് ദ സ്പിരിച്വൽ ഡിവൈൻ ലൈറ്റ്. അതായത് ദൈവികമായിട്ട് വന്നു ചേരുന്ന ഒന്നാണ് രാജാധികാരം എന്നതാണ് വീണ്ടും എടുത്ത് പറയുന്നത് ഇവിടെ. കിങ് വാസ് പ്രസൻറ്റഡ് എ പെർഫെക്റ്റ് മാൻ. പാദുഷാ എന്നാണ് വിളിക്കുന്നത്. പെർഫെക്റ്റ് മാനായിട്ടാണ് അയാളെ കണക്കാക്കുന്നത്, രാജാവിനെ. പൊസസർ ഓഫ് ഇലുമിനൻ്റ് വിസ്ഡം ആൻഡ് റിഫ്ലക്റ്റർ ഓഫ് ദ ലൈറ്റ് റിസീവ്ഡ്. എല്ലാ തരത്തിലും അറിവിൻ്റെ ഉറവിടമാണ് രാജാവ്. റിഫ്ലക്റ്റർ ഓഫ് ലൈറ്റ് എന്ന രീതിയിലാണ് പറയുക. ദൈവം കൊടുത്ത വരദാനമാണ് രാജാധികാരം. ഹി വാസ് എക്സ്പെക്റ്റഡ് ടു അക്വയർ ഹിസ് ക്വാളിറ്റീസ് ടു റൂൾ ബൈ പ്രെയർ ആൻഡ് ഡിവോഷൻ. അദ്ദേഹത്തിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളുടെയും വിളനിലമാണ്. ഭരിക്കാൻ ആവശ്യം വേണ്ട ഗുണഗണങ്ങളെല്ലാം ഉള്ളയാളാണ്. പ്രാർത്ഥനാപൂർവം സമർപ്പിതമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നയാളാണ്. സ്പിരിച്വൽ ഗൈഡാണ് ജനങ്ങൾക്ക്. പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന രീതിയിൽ അവർ ജനങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ നൽകും. ഓണർ, അതുപോലെ റിലീജിയൻ ഓഫ് വേൾഡ് പീസ്, ലോകസമാധാനം നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കും. ദ വേജസ് ഓഫ് പ്രൊട്ടക്ഷൻ വാസ് ടു ബി പെയ്ഡ് ആസ് ടാക്സസ്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നു, അതിന് പ്രതിഫലമായിട്ട് നമ്മൾ അഥവാ ജനങ്ങൾ തികച്ചങ്ങോട്ട് എന്ത് കൊടുക്കണം? ടാക്സസ് കൊടുക്കണം എന്നതായിരുന്നു. ഓക്കെ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് വെയർ ബേസ്ഡ് ഓൺ ഇൻഡിജിനസ് കസ്റ്റമറി ലോ. അപ്പം നീതി നടപ്പാക്കുന്നത് ആ പ്രാദേശിക ഇടങ്ങളിലുള്ള കസ്റ്റമറി ലോയുടെ അടിസ്ഥാനത്തിലാണ്. വൈൽ ഫൈനൽ ഇൻ്റർപ്രിട്ടേഷൻ ബീയിങ് ലെഫ്റ്റ് ടു ദ എംപറർ. അവസാന തീരുമാനം ആരുടേത്? എംപററിൻ്റെ ആയിരിക്കും. ദ പാറ്റേൺ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഓഫ് ഡിവിഷൻ ഇൻ ടു മെനി ലെവൽസ്. അഡ്മിനിസ്ട്രേഷൻ്റെ പാറ്റേൺ അത് പല തലങ്ങളിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് പല തലങ്ങളുണ്ട്. ഈച്ച് മാൻഡ് ബൈ ഓഫീസേഴ്സ്. അപ്പോൾ ഓരോന്നും കൈകാര്യം ചെയ്യാനായിട്ട് അതിൻ്റേതായ പല തലങ്ങളിലെ ഓഫീസേഴ്സ് വിവിധ ഇടങ്ങളിലുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് മാൻസബ്ദാർ, നസീംസ്, ദെൻ സുബൈദാർ, പർഗാനാസ്, ഇവരെല്ലാം ഒഫീഷ്യലായിട്ട് നിലനിന്നിരുന്നു. അതിൻ്റെ സബ് ഡിവിഷൻ ഓഫീസേഴ്സ് എന്ന രീതിയിൽ ജാഗീർദാർ, ദെൻ ക്വാസീസ് എന്നും വേർതിരിച്ച് ഉണ്ടായിരുന്നു. വിച്ച് ഈച്ച് ഓഫ് ദം പെർമിറ്റഡ് ടു അപ്രോച്ച് ദ റൂളർ ഡയറക്റ്റ്ലി. ഇവർക്കെല്ലാവർക്കും റൂളറിനെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുവാനുള്ള അധികാരവും ഉണ്ടായിരുന്നു. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ ത്രൂ ദി അബോളിഷൻ ഓഫ് ജസിയ. ജസിയ ടാക്സിൻ്റെ പേരാണ്. ആ ജസിയ കളക്ട് ചെയ്തത് നോൺ മുസ്ലിംസിൽ നിന്നാണ്. അപ്പോൾ ആ നോൺ മുസ്ലിംസിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ടാക്സ് ആയ ജസിയ ഇല്ലാതാക്കുവാനായിട്ട് അക്ബർ ചില റിഫോംസ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോഴേക്കും അതിൻ്റെ അടിസ്ഥാനത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലൊരു പരിഷ്കാരമായത്. ഒരു ബാൻ ഓൺ കൗസ് ലോട്ടർ, അതായത് കൗസ് ലോട്ടറിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് എ ന്യൂ പൊളിറ്റിക്കൽ തിയറി ആർട്ടിക്കുലേറ്റഡ് ഇൻ എയിൻ അക്ബാരിയിലെ ഒരു പൊളിറ്റിക്കൽ തിയറി ഓഫ് സ്പിരിറ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ കൊണ്ടുവന്ന നിയന്ത്രണം. ഏത്? ബാൻ ഓൺ കൗസ് ലോട്ടർ, അതേപോലെ തന്നെ ജസിയ കളക്ഷൻ, അബോളിഷൻ, ഇതെല്ലാം. ഓക്കെ. മറ്റൊന്ന് അടുത്ത പോയിന്റ് പറയുന്നത് ഫോർഫോൾഡ് സോഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഫോർഫോൾഡ് സോഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഹിന്ദു തോട്ടിനെ അനുകരിച്ചുകൊണ്ടിട്ട് ഒരു ഭാഗത്ത് പ്ലേറ്റോയുടെ ഐഡിയൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, മറ്റൊരു ഭാഗത്ത് ഫോർഫോൾഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്നൊരു ഭാഗം. അപ്പോൾ ഇവ രണ്ടിനെയും പരിഗണിച്ചുകൊണ്ടുപോകുമ്പോഴേക്കും ഒരു സീരിയൽ ഓർഡറിൽ ഇവിടെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നുവെങ്കിലും ഇതെല്ലാം തന്നെ എവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഫസലിൻ്റെ റൈറ്റിങ്സിലാണ്. ഫോളോയിങ് ഹിന്ദു തോട്ട് ഓൺ വൺ ഹാൻഡ് ആൻഡ് പ്ലേറ്റോസ് ഐഡിയൽ സ്റ്റേറ്റ് ഓൺ ദി അതർ, ഫോർഫോൾഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി ദോ വിത്ത് എ ചേഞ്ച് ഇൻ സീരിയൽ ഓർഡർ വാസ് ഫൗണ്ട് ഇൻ ഫസൽസ് റൈറ്റിങ്സ്. എന്താണ് ഫസൽസ് റൈറ്റിങ്ങിൽ കാണുന്ന ചേഞ്ചസ്? ഇൻ ഫസ്റ്റ് പ്ലേസ് വാസ് അസൈൻഡ് ടു വാരിയേഴ്സ് ആൻഡ് റൂളേഴ്സ്. ആദ്യമേ അത് പറയുന്നത് ആരെ പറ്റിയാണ്? വാരിയേഴ്സ്, യോദ്ധാക്കളെയും. മറ്റൊന്നോ ഭരണകർത്താക്കളെയും കുറിച്ചുള്ളതാണ്. ദെൻ സെക്കൻഡ് പ്ലേസ് വാസ് ഗിവൺ ടു ലേൺഡ് സ്കോളേഴ്സ്, അസ്ട്രോണമേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ്. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള പണ്ഡിതന്മാർ, അസ്ട്രോണമേഴ്സ്, ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചാണ്.
തേർഡ് പ്ലേസ് വാസ് അക്കോർഡഡ് ടു ദ ആർട്ടിസൺ ആൻഡ് മെർച്ചൻസ്. തേർഡ് പ്ലേസ് ആരിലാണ്? ആർട്ടിസൻസിലും മെർച്ചൻസിലും. ആൻഡ് ദ ലാസ്റ്റ് ഫോർത്ത് പ്ലേസ് വാസ് അലോട്ടഡ് ടു ഹസ്ബൻഡ് മാൻ ആൻഡ് ലേബറേഴ്സ്. അപ്പോൾ ലാസ്റ്റ് പ്ലേസ് അലോട്ട് ചെയ്യുന്നത് ഹസ്ബൻഡ്, അതുപോലെ തന്നെ മാൻ ആൻഡ് ലേബറേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഹസ്ബൻഡ് മാനായിട്ടുള്ള ആൾക്കാരിലേക്കും ലേബറേഴ്സിൻ്റെ ഇടയിലേക്കും അലോട്ട് ചെയ്യുന്നതാണ് ഫോർത്ത് പ്ലേസ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് 4 ഫോൾഡ് സോഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ക്ലാസ് സെഷൻ അറ്റൻറ്റീവ് ആകുന്ന വിദ്യാർത്ഥികൾ, BA ഫൈനൽ ഇയർ പൊളിറ്റിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ക്ലാസ് കേൾക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ക്ലാസ് കേട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യാൻ. പക്ഷേ കമൻറ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ് കേട്ട് വെറുതെ പോവാതെ ജസ്റ്റ് ഒരു കമൻറ്റ്, ഈ ഒരു ബാച്ചിലെ കുട്ടികൾ കൊടുക്കുന്ന കമൻറ്റിനെ പിന്തുടർന്നായിരിക്കും ആ ഒരു ക്ലാസ് അടുത്ത ബാച്ചിൽ വരുന്നവർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.